അല്ല, മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും സഹിക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയാണോ കേരളം ഭരിക്കുന്നത്? ഏ അല്ല, കേരളത്തിൽ രാജഭരണം വല്ലതും ആണോ? അല്ല, അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്. കയറി 8 ദിവസം ആയിട്ടില്ല, അല്ലെങ്കിൽ 1 മാസം ആയിട്ടില്ല, അതിനു മുമ്പ് 2 ഗവൺമെന്റ് ജോലിക്കാരെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപപ്രചരണം നടത്തി എന്നതിൻ്റെ പേരിലാണ് കേസെടുത്ത് 2 പേരെ പിരിച്ചുവിട്ടത്. ഒന്ന് ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററും മറ്റൊന്ന് ഒരു KSRTC ജീവനക്കാരനും. ഇനി ഇതെങ്ങാനും 10 വർഷം കേരളം ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ സംഘി കൊങ്ങി മൂരികളടക്കം വെച്ചു കൂവൂലേ പിണറായിയുടെ രാജഭരണം, പിണറായിയുടെ ഏകാധിപത്യം? നാഴികയ്ക്ക് 40 വട്ടം സതീശൻ പൂക്കി മകൻ തന്നെ പറയുമല്ലോ, പിണറായിയുടെ ഏകാധിപത്യ ഭരണമാണ്. ഇതെന്താ ഇത്? സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ബസ് ഡ്രൈവർ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. ആ ഫോട്ടോ ഓക്കെ, അത് നമുക്ക് സമ്മതിക്കാം, ആ മോശമാണ്, ഒരു മുഖ്യമന്ത്രിനെ അങ്ങനെ അപമാനിക്കാൻ പാടില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ എത്ര ലീഗാരെ പിടിച്ചകത്തിടേണ്ടി വരും? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എത്ര ലീഗാരെ പിടിച്ചകത്തിടേണ്ടി വരും? ഗവൺമെന്റ് ജോലി ചെയ്യുന്ന എത്ര ലീഗാരെ പിടിച്ച് അകത്തിടേണ്ടി വരും? കേരളത്തിന്റെ മുഖ്യമന്ത്രിനെ എമ്മാതിരി മോശമായ ചിത്രീകരണങ്ങളാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. എന്തിനു പറയുന്ന നമ്മുടെ ശൈലജ ടീച്ചറിനെ എന്ത് മോശമായ രീതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്? എത്ര ഗവൺമെന്റ് ജോലിക്കാരുണ്ടായി, അവരെല്ലാവരെയും പിടിച്ചകത്തിടേണ്ടി വരൂലേ? ഇത് ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവിൽ എങ്ങനെയാണ് 1070 കോടി പെൻഷൻ കൊടുക്കാനുള്ളത് സതീശൻ സാറേ എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ അതേതോ കോൺഗ്രസ്സുകാരൻ പരാതി കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്ക് പോയിട്ട് മുഖ്യമന്ത്രി അയാളെ പിരിച്ചുവിടുകയാണ്. നിങ്ങൾക്ക് എന്താണോ ഇതൊക്കെ? വിമർശിക്കാൻ പാടില്ലേ? നിങ്ങളെ ജനങ്ങളല്ലേ തിരഞ്ഞെടുത്ത്? ജനങ്ങൾക്ക് വിമർശിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരാ വിമർശിക്കേണ്ടത്? ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ഒരു ഭരണസമിതിയെ ജനങ്ങൾക്ക് വിമർശിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. അത് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വിമർശിക്കും. മനസ്സിലായില്ലേ? നിങ്ങളുടെ അടുത്തൊന്നും നേരിട്ട് പറയാനൊന്നും പറ്റൂലല്ലോ വിമർശനങ്ങളൊന്നും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ 10 ആൾ കാണുന്ന രീതിയിലൊക്കെ തന്നെയായിരിക്കും വിമർശിക്കുന്നത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഒരു വിമർശനമോ ഉൾക്കൊള്ളാൻ പറ്റാത്ത മുഖ്യമന്ത്രിയാണോ കേരളം ഭരിക്കുന്നത്? അല്ല, രാജഭരണമാണോ? അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്. എന്താടോ ലീഗുകാരെ നിങ്ങൾക്കൊന്നും കുരു പൊട്ടുന്നില്ലേ? ആറ്റിങ്ങലിൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിക്കേറെ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഒരു മുസ്ലിമിനെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് ജോലിയിൽ നിന്ന്. അതെന്താടോ നിങ്ങൾക്ക്? പിണറായി ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മതം പൊങ്ങുക, സമുദായ സ്നേഹം ഉണ്ടാവുക? അതെന്താ ഇവിടെ സമുദായ സ്നേഹം ഉണ്ടാവൂലേ ലീഗുകാരന്മാരെ? നിങ്ങൾക്ക് എന്ത് സമുദായ സ്നേഹം? അധികാരത്തിന് വേണ്ടിയിട്ട് 6 കാലം നക്കാൻ വേണ്ടിയിട്ട് ഒരു മടിയില്ലാത്ത ലീഗുകാർക്ക് എന്ത് അധികാര സ്നേഹം? പറഞ്ഞിട്ട് കാര്യമില്ല. പട്ടീൻ്റെ പാല് 12 കൊല്ലം കുഴലിട്ടാലും നൂരൂല എന്ന അവസ്ഥയാണ് നിങ്ങളുടെ അവസ്ഥ. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് നീ മാറ്റാനും പോണില്ല. അല്ല, അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കണം, ഇതൊക്കെ രാജഭരണമാണോ? അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയൻ എത്ര കേസെടുക്കേണ്ടി വരും? ഇത്തരം കേസുകളിൽ ആരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ? ഒരാളെ പേര് പറഞ്ഞേ. മുഖ്യമന്ത്രിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കേറെ കേസെടുത്തിട്ടുണ്ടോ ഈ 10 വർഷത്തിനകത്ത് വെച്ച്? ഒരാൾക്കേറെ കേസെടുത്തിട്ടില്ല. അതെ, അത് ജനങ്ങളുടെ ഒരു സ്വാതന്ത്ര്യമാണ്, പക്ഷെ അതിന് കടക്കാൻ പാടില്ല എന്നുണ്ട്. മനസ്സിലായല്ലേ? അതിര് കടക്കാൻ പാടില്ല എന്നുണ്ട്. ഇതൊന്നും രാജഭരണമൊന്നുമല്ല. വിമർശിക്കേണ്ടതാണെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ തന്നെ വിമർശിക്കും. മനസ്സിലായില്ലേ? അത് മുഖ്യമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിനെ വരെ വിമർശിക്കുന്നുണ്ട്. പിന്നെ എന്താ മുഖ്യമന്ത്രിനെ വിമർശിച്ചാൽ? കാര്യമല്ലേ പറഞ്ഞത്? പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവ് എങ്ങനെയാണ് സതീശ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും രൂപ എന്ന് ചോദിച്ചത് തെറ്റാണോ? അതൊരു തെറ്റല്ലല്ലോ. സതീശൻ തന്നെയല്ലോ പറഞ്ഞത്, മുഖ്യമന്ത്രി ആയിരിക്കുന്ന സതീശൻ തന്നെയല്ലോ പറഞ്ഞത് പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവാണെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് ആൾക്കാർ ചോദിക്കുമല്ലോ, പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവെന്ന് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര പൈസയാന്ന്? എന്നിട്ട് പെൻഷൻ കൊടുത്തോ നിങ്ങൾ? ഇല്ല. ആ പാവപ്പെട്ട അച്ഛനമ്മമാരെ വഞ്ചിച്ച് പെൻഷൻ ഇല്ലാത്ത 10 വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പെരുന്നാളും കഴിഞ്ഞു പോയി. KSRTCയിലെ പെണ്ണുങ്ങൾക്ക് നിങ്ങൾ കയറിയ ഉടനെ കയറി 5ാമത്തെ ദിവസം തൊട്ട് തന്നെ ബസ്സിൽ ഫ്രീ ആക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 1.5 മാസം ആവാൻ പോണ്. എന്താ നിങ്ങൾ കൊടുത്തോ? ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുത്തിട്ടില്ല. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് 1000 രൂപ സ്കോളർഷിപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞു. എവിടെ സ്കോളർഷിപ്പ്? നിങ്ങൾ കൊടുത്തോ? 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് എവിടെ? ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷം രൂപയുടെ എവിടെ?
ആയമാർക്ക് നിങ്ങൾ പിന്നെ 21,000 രൂപ ആക്കുമെന്ന് പറഞ്ഞു. എവിടെ 21,000 രൂപ? 3,000 കൂട്ടിയിട്ടുണ്ട്, നിങ്ങൾ കൊടുത്തോ? അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ വിമർശിക്കും. നിങ്ങൾ അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞു വന്ന കള്ളങ്ങൾ ജനങ്ങൾ വിമർശിക്കും. ജനങ്ങൾക്ക് വിമർശിക്കാനുള്ള ഏക പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. ആ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെ വിമർശിക്കും. മനസ്സിലായില്ലേ? ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ഗവൺമെന്റ് അല്ലേ? അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ഗവൺമെന്റിനെ ജനങ്ങൾക്ക് വിമർശിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് രാജഭരണമൊന്നുമല്ലല്ലോ. മനസ്സിലായില്ലേ? ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും വിമർശിക്കും, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിമർശിക്കും, ആരെയും വിമർശിക്കും. മനസ്സിലായോ? ആ വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാതെ ജോലി എന്നൊക്കെ പിരിച്ചുവിടുന്നതെന്നൊക്കെ പറയുന്നത് പേടിച്ചിട്ടാണ്. എന്തുവാ ഇതൊക്കെ? അതായത് ഇനി ഗവൺമെന്റ് ജോലിക്കാരും മുഖ്യമന്ത്രിക്കേറെ പോസ്റ്റ് ഇടാൻ പാടില്ല എന്നുള്ളൊരിതാണോ? ഏ എന്തുവാ പൂക്കിയണ്ണ ഊമ്പാസ്യ കൊണാസ്യ, അല്ലാണ്ട് എന്തോ പറയാനാ? അനുഭവിച്ചോളി. ചിരിക്കുന്ന മുഖ്യമന്ത്രി വേണമെന്നല്ല പറഞ്ഞത്, നല്ല നീട്ടി ചിരിക്കുന്നുണ്ട്. അനുഭവിച്ചോളി.